മാത്തമാറ്റിക്സിനെ സംബന്ധിച്ചിടത്തോളം, ആധുനിക ഗണിതശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഗണിതശാസ്ത്രജ്ഞന്മാരിൽ ഒരാളാണ് ഗലീലിയോ. ആധുനിക ഗണിതശാസ്ത്രജ്ഞൻ 1500-കളിൽ AD 16-ാം നൂറ്റാണ്ടിൽ ഗലീലിയോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രസ്താവനയുണ്ട്. Once you address a concept, first you have to define it. നമുക്ക് നമ്മുടെ സമൂഹത്തോട് ഒരാശയം, കൺസെപ്റ്റ് അവതരിപ്പിക്കാനുണ്ടെങ്കിൽ വെറുതെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഫസ്റ്റ് യു ഷുഡ് ഹാവ് എ ഡെഫിനിഷൻ. നിങ്ങളുടെ ഡെഫിനിഷൻ, ആ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ആ കൺസെപ്റ്റിനോടുള്ള നമ്മളുടെ നിലപാടാണ്. ആ നിലപാട് ആദ്യം വ്യക്തമാക്കണം. അതിന് ശേഷം വേണം ആ കൺസെപ്റ്റ് അവതരിപ്പിക്കാൻ. ഇത് ഞാൻ വളരെ ശക്തമായിട്ട് വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് ഇപ്പം നമ്മൾ കുട്ടികളോട് ഇന്ന് ഗണിതത്തെക്കുറിച്ച് പറയാൻ പോവാം. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, വാട്ട് ഈസ് മാത്തമാറ്റിക്സ്? എന്താണ് മാത്തമാറ്റിക്സ്? എന്താണ് ഗണിതം? അപ്പം നിങ്ങൾ വിചാരിക്കും ഒരു പക്ഷേ ഇതാർക്കറിയാൻ വയ്യാതെ. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങൾ ഉൾപ്പെടെ കേരളത്തിൽ നിങ്ങളുടെ സൗഹൃദ വലയത്തിലുള്ള ഗണിതശാസ്ത്രത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള അധ്യാപകരോട് ചോദിക്കൂ, വാട്ട് ഈസ് മാത്തമാറ്റിക്സ്? തൃപ്തികരമായ ഒരു ഉത്തരം നിങ്ങൾക്ക് ലഭിക്കില്ല. ഇപ്പോൾ ഇവിടെ ഗണിതശാസ്ത്രം പഠിപ്പിച്ച അധ്യാപകരിവിടെ കാണും. തൊട്ടപ്പുറത്തെ ഡിപ്പാർട്ട്മെന്റിൽ സസ്യശാസ്ത്രം പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ട്. ബോട്ടണി, വാട്ട് ഈസ് ബോട്ടണി എന്ന് ചോദിക്കൂ, കൃത്യമായ ഉത്തരം കിട്ടും. ബോട്ടണി ഈസ് ദ സ്റ്റഡി ഓഫ് പ്ലാന്റ്സ്. ഒരു സംശയമില്ല. ഇപ്പം മഹാരാജാസ് കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്ത ഫിസിക്സ് അധ്യാപകനെ ഞാൻ പരിചയപ്പെട്ടു. അദ്ദേഹത്തോട് ചോദിക്കൂ, വാട്ട് ഈസ് ഫിസിക്സ്? ഫിസിക്സ് ഈസ് എ സ്റ്റഡി ഓഫ് ഫിസിക്കൽ ഒബ്ജക്ട്സ്. പ്രശ്നം തീർന്നു. പക്ഷേ മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്ന അധ്യാപകരോട് ചോദിക്കൂ, വാട്ട് ഈസ് മാത്തമാറ്റിക്സ്? അവർ ഉരുണ്ട് കളിക്കും. ഇപ്പൊ ഇവിടെ ഇരിപ്പുണ്ട്, എന്നോട് ചോദിച്ചാൽ ഞാൻ ഉരുണ്ട് കളിക്കും. അപ്പോ നമുക്ക് നിലപാടില്ലാത്ത ഒരു സബ്ജക്റ്റിനെ കുറിച്ചാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കാൻ പോകുന്നത്. ഞാൻ ചെറിയ ക്ലാസ്സുകളിൽ കുട്ടികളുടെ ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, സാറേ എന്താ മാത്തമാറ്റിക്സ്? ഇപ്പോ AI-യുടെ കാലമാണ്. ഗൂഗിളൊക്കെ പോയി, ChatGPT വന്നു. ഇപ്പോൾ തന്നെ വാട്സാപ്പിൽ മെറ്റ AI എന്ന് പറയുന്ന ഒരു സാധനം വന്നു കേട്ടോ. സൂപ്പർ സാധനമാണ് കേട്ടോ. സെർച്ച് ചെയ്ത് നോക്കിക്കോ, ഇപ്പം തന്നെ സെർച്ച് ചെയ്യുക, വാട്ട് ഈസ് മാത്തമാറ്റിക്സ്. ഓരോ പ്രാവശ്യം നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോഴും ഓരോ ആൻസറാണ് വരിക. കാരണം എന്താ? ആൻസർ ഇല്ല. ആൻസർ ഇല്ലാത്തതല്ല, നമുക്കിതിനെ പല രീതിയിൽ വ്യാഖ്യാനിക്കാം. അപ്പോൾ നമ്മൾ മാത്തമാറ്റിക്സ് പഠിപ്പിക്കാൻ പോകുന്നതിന് മുമ്പ് നമുക്കൊരു നിലപാട് വേണം. വാട്ട് ഈസ് മാത്തമാറ്റിക്സ്? മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് നമ്പേഴ്സ് എന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ ജോമെട്രിയോട് പോകും. ഇനി സ്റ്റഡി ഓഫ് നമ്പേഴ്സ് ആൻഡ് ജോമെട്രി എന്ന് പറഞ്ഞാൽ ഓൾജിബ്ര എവിടെ പോകും? ഇനി ഓൾജിബ്രയും കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അസ്ട്രോണമി എവിടെ പോകും? സോ ദ സിമ്പിൾ ക്വസ്റ്റ്യൻ ഈസ്, വാട്ട് ഈസ് മാത്തമാറ്റിക്സ്? അപ്പൊ ഈ കൊച്ചു കുട്ടികൾ ഇപ്പോഴും തൊട്ടേ ആ ഒരു പ്രശ്നത്തിലാണ്. ഇൻഫാക്ട് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്ക് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല കേട്ടോ. നിങ്ങൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ലോകത്തിലെ മഹാരഥന്മാരായിട്ടുള്ള മാത്തമാറ്റീഷ്യൻസും ഫിലോസഫേഴ്സും ഒക്കെ ഒരുപാട് ഡെഫിനിഷൻസ് മാത്തമാറ്റിക്സിന് കൊടുക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടിട്ടുള്ളതും അവരുടെ ഇൻ്റർപ്രിട്ടേഷൻസ് നിങ്ങൾക്ക് കാണാം. ഇതുവരെ ഒന്നും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ ഒരെണ്ണം അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം എനിക്കൊരു നിലപാട് വേണമല്ലോ. ഞാൻ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഡെഫിനിഷൻ ഇതാണ്, മാത്തമാറ്റിക്സ് എന്ന് പറയും. നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യണ്ട. ഞാൻ എൻ്റെ നിലപാട് പറഞ്ഞതാണ്. അത് ശരിയൊന്നുമല്ല. കാരണം അതിനേക്കാൾ മെച്ചപ്പെട്ടതൊക്കെ നിങ്ങൾക്ക് തന്നെ സെർച്ച് ചെയ്താൽ കിട്ടും. മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന സ്റ്റഡി ഓഫ് ക്വാണ്ടിറ്റി, ക്വാളിറ്റി
സ്ട്രക്ചർ, സ്പേസ് ആൻഡ് അബ്സ്ട്രാക്ഷൻ. ഇതിനപ്പുറത്തൊന്നും അതിനപ്പുറത്തൊന്നും ഇല്ലെന്നല്ല എൻ്റെ അർത്ഥം കേട്ടോ. ഇതിനപ്പുറത്തൊന്നും ഞാൻ എടുക്കാത്ത എന്താണെന്നറിയാവോ? അതിനപ്പുറത്തൊന്നും എടുക്കാൻ ഇല്ലാത്തതുകൊണ്ടാണ്. അല്ലാതെ ഇതതിൻ്റെ ആത്യന്തികമായിട്ടൊരു ഡെഫിനേഷനായിട്ട് എടുക്കണ്ട. ഇമ്മാനുവൽ കാന്റിനെ പോലുള്ള ഫിലോസഫേഴ്സൊക്കെ ഇതിനപ്പുറത്തേക്ക് പോയിട്ടുണ്ട്. എനിക്കതിന് കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ കൊണ്ട് നിർത്തി എന്ന് കരുതിയാൽ മതി. എനിക്കറിയാവുന്ന ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തു എന്ന് വിചാരിച്ചാൽ മതി. ഞാൻ ഈ പറഞ്ഞ ഡെഫിനിഷൻ മാത്തമാറ്റിക്സിൻ്റെ ആത്യന്തികമായ ഡെഫിനിഷൻ അല്ല. പക്ഷെ ഞാൻ മാത്തമാറ്റിക്സ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ സ്റ്റുഡൻസ് എന്നോട് ചോദിച്ചാൽ, കുട്ടികളെ എൻ്റെ പരിമിതമായ അറിവ് വെച്ചിട്ട്, നോളജ് വെച്ചിട്ട്, എൻ്റെ പ്രവർത്തന മേഖല വെച്ചിട്ട് ഇതിലാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. നിങ്ങൾ ഇനിയും മസാച്യൂസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ ചെന്നൊരു പ്രൊഫസറെ മീറ്റ് ചെയ്യുമ്പോൾ ഇതിനപ്പുറത്ത് പോകുന്ന ഒരാളെ മീറ്റ് ചെയ്യും. ടെൽ മീ, എനിക്ക് ഇത്രേ പറ്റും. ക്വാണ്ടിറ്റി, ക്വാളിറ്റി, സ്ട്രക്ചർ, സ്പേസ്, അതായത് സ്റ്റഡി ഓഫ് ക്വാണ്ടിറ്റി, സ്റ്റഡി ഓഫ് ക്വാളിറ്റി, സ്റ്റഡി ഓഫ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഷേപ്പ് ഒക്കെ അതിനകത്ത് വരും. 4 സ്റ്റഡി ഓഫ് സ്പേസ്, സ്റ്റഡി ഓഫ് 5 അബ്സ്ട്രാക്ഷൻ. അപ്പോൾ കുട്ടികളോട് നമ്മൾ മാത്തമാറ്റിക്സ് അവതരിപ്പിക്കുമ്പോൾ ചെറിയ ക്ലാസ്സിൽ തൊട്ട് ഇത് മനസ്സിൽ കരുതണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്പേഴ്സ് പഠിപ്പിക്കുന്നത് എന്തിനാ? ക്വാണ്ടിറ്റി. ജോമെട്രി എന്തിനാ? അല്ല, ക്വാളിറ്റി. നമ്പേഴ്സ് തന്നെ പലപ്പോഴും ക്വാളിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കും. സ്ട്രക്ചർ, ജോമെട്രി, സ്ട്രക്ചർ, സ്പേസ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ പാരമ്പര്യത്തെ കുറിച്ച് പറയുമല്ലോ. ഞാൻ കുട്ടികളോട് ചോദിക്കും, ഇന്ത്യ ആദ്യം വിക്ഷേപിച്ച, ഇപ്പം നമുക്ക് സാറ്റലൈറ്റ് ഒന്നും നമുക്കൊരു പുത്തരിയല്ല, ലോകത്ത് വൻശക്തിയായി. പക്ഷെ ആദ്യം വിക്ഷേപിച്ച സാറ്റലൈറ്റിൻ്റെ പേര് ആര്യഭട്ട. ആര്യഭട്ട ആരായിരുന്നു? ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഗണിതശാസ്ത്രജ്ഞന്മാരിൽ ഒരാളായിരുന്നു. രണ്ടാമത്തെ ഉപഗ്രഹത്തിൻ്റെ പേര് ഭാസ്കര. ഭാസ്കരയും ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഗണിതശാസ്ത്രജ്ഞനായിരുന്നു. എന്തുകൊണ്ട് അന്ന് ഇന്ത്യ ആദ്യമായിട്ട് ആറ്റുനോറ്റിരുന്ന ഒരു ഉപഗ്രഹം വിക്ഷേപിച്ചപ്പോൾ ഒരു ഗണിതശാസ്ത്രത്തിൻ്റെ പേരിട്ടു? ഇന്നായിരുന്നെങ്കിൽ ചിലപ്പോൾ ആ പേര് ഞാൻ പൂരിപ്പിക്കുന്നില്ല, അത് ഇവിടെ പോകുമായിരുന്നു. അന്ന് വിക്ഷേപിച്ചത് നമ്മുടെ ഭാഗ്യം. അപ്പോൾ പക്ഷെ നമ്മൾ എന്തുകൊണ്ട് ആലോചിക്കുന്നില്ല, എന്തുകൊണ്ട് ആര്യഭട്ട? കാരണം ഇന്ത്യൻ ഗണിതശാസ്ത്രം എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് സ്പേസ് ആയിരുന്നു. പ്രധാനമായിട്ട് മാത്രമാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. ഇന്ത്യൻ ഗണിതശാസ്ത്രത്തിന്റെ പാരമ്പര്യം എന്ന് പറയുന്നത് 4മത്തെയാണ് സ്റ്റഡി ഓഫ് സ്പേസ്. പക്ഷെ എന്ന് പറഞ്ഞത് ക്വാണ്ടിറ്റിയിലൊന്നും ഇന്ത്യക്ക് കോൺട്രിബ്യൂഷൻ ഇല്ലെന്നൊന്നും അല്ല. പക്ഷെ ഇന്ത്യയുടെ ഏറ്റവും ഡോമിനന്റ് കോൺട്രിബ്യൂഷൻ സ്റ്റഡി ഓഫ് സ്പേസ് ആണ്. അതുകൊണ്ടാണ് ഇപ്പോഴും ഇന്ത്യ ഈ സ്പേസ് സയൻസിലേക്ക് കിടന്ന് കളിക്കുന്നത്. കാരണം നമ്മുടെ പാരമ്പര്യം അവിടാണ്. അവിചാരിതമായിട്ട് സംഭവിച്ചതല്ല ഈ സ്പേസ് സയൻസിൽ ഇന്ത്യക്കുള്ള ആധിപത്യം അല്ലെങ്കിൽ കയറി വരുന്നത്. കഴിഞ്ഞ 10 വർഷം കൊണ്ടൊരു ഗവൺമെന്റ് കൊണ്ടുവന്നൊന്നും അല്ലിത്. ഇത് 2500 വർഷത്തെ പാരമ്പര്യമാണ്, നമ്മുടെ ബ്ലഡാണത്. ഇന്ത്യൻ ഗണിതശാസ്ത്രം എന്ന് പറയുന്നത് സ്പേസ് സയൻസ്. ഇനി 5മത്തേത് അബ്സ്ട്രാക്ഷൻ. അത് ഇച്ചിരി കുഴപ്പം പിടിച്ച ഒരു പ്രശ്നമാണ്. സാധാരണ പേരൻസ് എന്നോട് സംസാരിക്കുമ്പോൾ പറയും, എൻ്റെ മകൻ അല്ലെങ്കിൽ മകള് ചെറിയ ക്ലാസ്സുകളിൽ ഭയങ്കര മിടുക്കനായിരുന്നു, പ്രത്യേകിച്ച് കണക്കിന്. കഴിഞ്ഞ വർഷം തൊട്ട് ഉഴപ്പാ, മാർക്ക് കുറയുന്നു, ഉഴപ്പാ. ഞാൻ ചോദിച്ചു, കണക്കിന് മാത്രമേ കുറയുള്ളൂ? കണക്കിന് മാത്രമേ ഉള്ളൂ, കണക്കിപ്പോൾ പഠിക്കത്തില്ല. അപ്പം ഞാൻ ഉടനെ ചോദിക്കും, ഇപ്പോൾ ക്ലാസ് 7ാം ക്ലാസ്സിലാണോ? അതെ. ഈ കോൺവെർസേഷൻ ഞാൻ എപ്പോഴും നടത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും പഠിപ്പിക്കുന്ന അധ്യാപകരോട് ഇരിപ്പോട്ടെ, ഞാൻ ചോദിക്കട്ടെ, എന്താണ് 6ാം ക്ലാസ് കഴിയുമ്പോൾ ചില കുട്ടികൾ 6ാം ക്ലാസ് വരെ 5ാം ക്ലാസ് വരെ കണക്കിന് ഫുൾ മാർക്ക് വാങ്ങിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടി 6ാം ക്ലാസ് കഴിയുമ്പോൾ 7ാം ക്ലാസ് കഴിയുമ്പോൾ കണക്കിനോട് അലർജി ആയി തുടങ്ങുന്നു. എന്താ കാര്യം? ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഇത് നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ?
4ാം ക്ലാസ് 5ാം ക്ലാസ് വരെ എല്ലാ വിഷയത്തിനും ഫുള്ളാണ്, കണക്കിനും ഫുള്ളാണ്. 6ാം ക്ലാസ് ആകുമ്പോഴത്തേക്ക് കണക്കിന് മാത്രം മാർക്ക് കുറയും. പിന്നെ 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 എത്ര പിടിച്ചാലും കയറി വരത്തില്ല. എന്താ 6ാം ക്ലാസ്സിന്റെ പ്രത്യേകത? 6ാം ക്ലാസ് കഴിയുമ്പം കണക്കിനകത്ത് ഒരു പുതിയ വില്ലൻ കയറി വരും. 1ാം ക്ലാസ് തൊട്ട് കണക്ക് കൈകാര്യം ചെയ്യുന്ന നമ്പേഴ്സും ജോമെട്രിയേ ഉള്ളൂ. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? നമ്പേഴ്സും ജോമെട്രിയേ ഉള്ളൂ. അതായത് കുട്ടികളെ നമ്പേഴ്സ് പഠിപ്പിക്കുന്നു, നാച്ചുറൽ നമ്പേഴ്സ്, റാഷണൽ നമ്പേഴ്സ്, പിന്നെ ഇറാഷണൽ നമ്പേഴ്സ്, റിയൽ നമ്പേഴ്സ് ഒക്കെ കൂട്ടാൻ പഠിപ്പിക്കുന്നു. ഇപ്പം നമ്മുടെ ഹരിഗുണ കൂട്ടിക്കുറ എന്ന് പറഞ്ഞ പോലെ കൂട്ടാൻ പഠിപ്പിക്കുന്നു, കുറയ്ക്കാൻ പഠിപ്പിക്കുന്നു, ഹരിക്കാൻ പഠിപ്പിക്കുന്നു, ഇതെല്ലാം ചെയ്യും. ഓപ്പറേഷൻസ് പഠിപ്പിക്കുന്നു, ജോമെട്രി സർക്കിൾ വരയ്ക്കാൻ പഠിപ്പിക്കുന്നു, ത്രികോണം വരപ്പിക്കുന്നു, ഓക്കെ. പക്ഷേ 6ാം ക്ലാസ് ആകുമ്പം ഏകദേശം ഞാൻ ഈ പറയുന്നത് കേട്ടോ, ഇപ്പോഴത്തെ സിലബസ് ചിലപ്പോൾ വലിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും. 6ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിൽ ഒരു പുതിയ വില്ലൻ വരും. ആരാണത്? ആരാണവൻ? ഓൾജിബ്ര. ഓൾജിബ്ര എന്താ ഓൾജിബ്രയുടെ പ്രത്യേകത? ഇപ്പൊ നമ്മള് 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും പഠിപ്പിക്കുമ്പോൾ കുട്ടിയോട് പറയും 2 + 3 = 5. ഇത് വളരെ മൂർത്തമായിട്ട് നമുക്ക് അവനെ പറഞ്ഞു കൊടുക്കാം. എങ്ങനെ പറഞ്ഞു കൊടുക്കും? ഈ കയ്യിൽ 2 മുട്ടായി വെക്കൂ, ഈ കയ്യിൽ 3 മുട്ടായി വെക്കൂ, കൂട്ടി വെക്ക്, എണ്ണ 5. ക്ലിയർ? ശരിയല്ലേ? ഇങ്ങനല്ലേ പഠിപ്പിക്കുന്നത്? അല്ലെങ്കിൽ 5ൽ നിന്ന് 2 കുറയ്ക്കാൻ എങ്ങനെ പഠിപ്പിക്കുന്നത്? ഈ കയ്യിൽ 5 മുട്ടായി കൊടുത്തു, 2 എടുക്കാൻ പറഞ്ഞു, എണ്ണി നോക്കാൻ പറഞ്ഞു, 3. 5 - 2 = 3. അവന് മനസ്സിലായി. 6ാം ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ അവനോട് പറയുന്നു 2x + 3y = 5. കുട്ടിയാലും ഇതെന്ത് സാധനമാണ്? ഇതെന്തോ ഇതിന്റെ അർത്ഥം? എന്താണ് 2x + 3y = 5ന്റെ അർത്ഥം? കുഴഞ്ഞു. കുട്ടി 2-3 ദിവസം കിടന്നു. കുട്ടിയായിരിക്കും 2 + 3 = 5. ഓക്കെ, അത് നമുക്ക് വിഷ്വലൈസ് ചെയ്യാനും പറ്റുന്നുണ്ട്. 2x + 3y = 5 ഇതെന്ത് സാധനമാണ്? ഇതെന്ത് പറയും? കുറേ ദിവസം കഴിഞ്ഞിട്ട് അവൻ സെറ്റിലാവും. എന്തും വേട്ടെ, 2x + 3y = 5. അപ്പോൾ ടീച്ചർ വന്ന് അടുത്ത ദിവസം എഴുതുന്നു 2x + 3y = 7. കഴിഞ്ഞ ആഴ്ച ടീച്ചർ എഴുതിയ 2x + 3y = 5 ഉണ്ട്. ഇപ്പൊ അതെങ്ങനെ 7 ആയത്? നമ്മൾ 2 + 3 = 5 എന്ന് എപ്പോഴും അങ്ങനെ തന്നെയല്ലേ എഴുതിക്കൊണ്ടിരുന്നത്? ഒരു ദിവസം 2 + 3 എന്ന് പറയുന്ന 5 എന്നും, പിറ്റേ ദിവസം 2 + 3 6 എന്ന് എഴുതുമോ? പക്ഷേ 2x + 3y എന്താണ്? ഒരു ദിവസം 5 ആകുന്നു, ഒരു ദിവസം 6 ആകുന്നു, ടീച്ചറിന് തോന്നുന്നു ഒക്കെ എഴുതുന്നു. 2 + 3 = 5നെ നമുക്ക് വിഷ്വലൈസ് ചെയ്ത് കാണിച്ചു കൊടുക്കാം. വിഷ്വലൈസ് ചെയ്യാം. ബാക്കി കേൾക്കാമോ? 2 + 3 = 5 എന്ന് പറയുന്നത് നമുക്ക് വിഷ്വലൈസ് ചെയ്യാം. അതിനെ നോൺ അബ്സ്ട്രാക്ട് എന്ന് പറയും. വിഷ്വലൈസ് ചെയ്യാം. അതുകൊണ്ടാണ് ഇവിടെയൊക്കെ ഒരുപാട് ഞാനിങ്ങനെ നോക്കുമായിരുന്നു. വിഷ്വലൈസ് ചെയ്യാവുന്ന ഒരുപാട് സാധനങ്ങൾ, മോഡലുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ മാത്തമാറ്റിക്സ് കുട്ടികളെ മോഡൽ ചെയ്ത് പഠിപ്പിക്കാവുന്നത് എവിടെ വരെ ഉള്ളൂ? നോൺ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ വരെ മാത്രമേ ഉള്ളൂ. അത് കഴിയുമ്പോൾ 6ാം ക്ലാസ് കഴിയുമ്പോൾ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ കയറി വരും. അബ്സ്ട്രാക്റ്റ് ഇതൊരു വലിയ പ്രശ്നക്കാരനാണ്. അബ്സ്ട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ മലയാളത്തിന് അമൂർത്തം എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നമുക്കതിനെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റില്ല. വിഷ്വലൈസ് ചെയ്യാൻ പറ്റാത്ത സാധനത്തിന്റെ മോഡൽ ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. അപ്പൊ ചോദിക്കും എന്ത് ചെയ്യും? ഞാനൊരു സിമ്പിൾ ചോദ്യം പറയാം. എനിക്ക് പാടാൻ കഴിവില്ല, എന്നെ പാട്ടുകാരനാക്കണം എന്ന് എൻ്റെ പേരൻസ് വിചാരിച്ചാൽ നടക്കും? എനിക്ക് ഫുട്ബോൾ കളിക്കാനുള്ള ഫിസിക്കും ഇല്ല. റൊണാൾഡോ പോലെ ഒരു ഫുട്ബോൾ പ്ലെയർ ആക്കണമെന്നാണ് എൻ്റെ പേരൻസിൻ്റെ ആഗ്രഹമെങ്കിൽ നടക്കും. ഞാൻ കയ്യോ കാലോ ഒടിഞ്ഞ് എവിടെയെങ്കിലും കിടക്കുകയുള്ളൂ. ഞാൻ പറയുന്ന ഒരു സിമ്പിൾ ഐഡിയ എന്താണെന്നറിയാമോ? അബ്സ്ട്രാക്ട് ഇൻ്റലിജൻസ് ഇല്ലാത്ത ഒരു കുട്ടിയെ 6ാം ക്ലാസ്സിന് ശേഷം മാത്തമാറ്റിക്സിലേക്ക് നയിക്കരുത്. ഒരുപക്ഷെ ഞാൻ ഈ പറയുന്നത് വിവാദം ഉണ്ടാക്കാവുന്ന ഒരു പ്രസ്താവനയാണ്. ഒരു വിവാദവും ഇല്ല. കാരണം ഞാൻ ഒരു കാര്യം കൂടെ പറയാം. കാരണം ചില സാഹചര്യത്തിൽ ഞാൻ ഒരല്പം ഡീപ്പായിട്ട് കയറിപ്പോകും. ഞാൻ ഗലീലിയോയെ റെഫർ ചെയ്തു.
മാത്തമാറ്റിക്സ് 1650കളിൽ ഒരു വലിയ വിപ്ലവത്തിന് തിരികൊളുത്തി കേട്ടോ. ഇനി എപ്പോഴെങ്കിലും ഒരു സാഹചര്യം കിട്ടുകയാണെങ്കിൽ ഞാൻ അതിനെക്കുറിച്ചൊരു പ്രഭാഷണം നൽകാം. അതിനുശേഷം മോഡേൺ മാത്തമാറ്റിക്സ് ലോകത്ത് ഡോമിനേറ്റ് ചെയ്തു. അത് കൊണ്ടുവന്നത് റെനെ ദെക്കാർത്ത് എന്ന് പറയുന്ന ഒരു ഫിലോസഫറാണ്. റെനെ ദെക്കാർത്ത് ഈസ് നോൺ ആസ് ദി ഫാദർ ഓഫ് മോഡേൺ ഫിലോസഫി ആൻഡ് ഹി ഈസ് ദ ഫാദർ ഓഫ് ദ മോഡേൺ മാത്തമാറ്റിക്സ്. അപ്പോൾ ഒരു ചോദ്യം വരും കേട്ടോ, ഹു വാസ് ഒറിജിനലി ഫാദർ ഓഫ് മാത്തമാറ്റിക്സ്? ഈ ഫാദർ ഓഫ് എന്നൊക്കെ പറയുന്ന ഇച്ചിരി ഒരു കടന്ന കൈയാണ്. ഇപ്പം നമ്മുടെ മഹാത്മാഗാന്ധിയെ ഫാദർ ഓഫ് നേഷൻ എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിന് നമ്മൾ കൊടുക്കുന്ന ഒരു ആദരവായിട്ട് കൂട്ടിയാൽ മതി. പക്ഷെ അതിൻ്റെ അർത്ഥം അദ്ദേഹം മാത്രമല്ലല്ലോ ഈ രാഷ്ട്രം സൃഷ്ടിച്ചത്. തീർച്ചയായിട്ടും അദ്ദേഹം അതിന് അർഹരാണ്, ഒരു ആദരവായി. എന്ന് പറഞ്ഞതുപോലെ മാത്തമാറ്റിക്സിൻ്റെ ഫാദർ ഓഫ് മാത്തമാറ്റിക്സ് എന്നറിയപ്പെടുന്ന ആർക്കിമിഡീസാണ്. BC 287 ജീവിച്ചിരുന്ന ആർക്കിമിഡീസാണ്. പക്ഷേ ഫാദർ ഓഫ് മോഡേൺ മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് റെനെ ദെക്കാർത്തയാണ്. 1650. 3 പേരാണ് ദെക്കാർത്തയുടെ ആ സ്ട്രീമിൽ കയറി വരുന്നത്. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ഗലീലിയോ, 2 ദെക്കാർത്തെ, 3 സാക്ഷാൽ ന്യൂട്ടൺ, ഐസക് ന്യൂട്ടൺ. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇവർ 3 പേരുമാണ് ഇപ്പം നമ്മൾ കാണുന്ന മോഡേൺ മാത്തമാറ്റിക്സിന്റെ ഉപജ്ഞാതാക്കൾ. ഇന്ന് ലോകം മുഴുവൻ ഭരിക്കുന്നത് മോഡേൺ മാത്തമാറ്റിക്സ് ആണ്. ഇപ്പൊ പോസ്റ്റ് മോഡേണിസം ഒക്കെ വരുന്നു എന്ന് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് കേട്ടോ. വരും, നമ്മുടെ ഒന്നും ജീവിതകാലത്ത് വരാൻ പോകുന്നില്ല. കാരണം ഇതൊക്കെ വരുന്നത് നൂറ്റാണ്ടുകൾ കൊണ്ടാണ്. നമുക്കിനി ഏറി വന്ന 15 വർഷം, 20 വർഷം, അല്ലെങ്കിൽ 25 വർഷം, 100 150 വർഷത്തിനകം പോസ്റ്റ് മോഡേണിസം വരും. ഇപ്പം 100 വർഷത്തിനകം വരാൻ പോകുന്ന പോസ്റ്റ് മോഡേണിസത്തിനെ കുറിച്ച് നമ്മൾ ബേജാറാവണ്ട. ഇപ്പൊ ഏതായാലും ലോകം നിയന്ത്രിക്കുന്നത് മോഡേൺ മാത്തമാറ്റിക്സ് ആണ്. മോഡേൺ മാത്തമാറ്റിക്സിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അബ്സ്ട്രാക്റ്റ് ആണ്. ഞാൻ അതിലേക്ക് ഇപ്പോൾ ഇവിടെ പോയ ഒരുപാട് കാട് കയറി പോകും, ഞാൻ പോകുന്നില്ല. അത് ഒരു ഗവേഷണ രംഗത്തുള്ള വിഷയമാണ്. അബ്സ്ട്രാക്റ്റ് ആണ്. ഞാൻ ഒരു സിമ്പിൾ എക്സാമ്പിൾ മാത്രം നിങ്ങളോട് പറഞ്ഞ് ഞാൻ അബ്സ്ട്രാക്റ്റ് എന്താണെന്ന് അവസാനിപ്പിച്ചേക്കാം. ഇപ്പോ നമുക്ക് നിങ്ങൾക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ ഞാൻ ഒരു PSCയിലെ ഒരു ഇൻ്റർവ്യൂവിന് സബ്ജക്ട് എക്സ്പേർട്ടായിട്ട് പോയി. നമുക്ക് ഈ PSCയെ കുറിച്ചൊക്കെ ഭയങ്കര മോശം അഭിപ്രായമാണല്ലോ പൊതുജനങ്ങൾക്ക്. എനിക്കങ്ങനെ ഇല്ല കേട്ടോ. അപ്പം ഞാൻ ഒഴികെ അവിടെ ഇരിക്കുന്നത് മുഴുവൻ PSC മെമ്പേഴ്സാണ്. അപ്പം നമ്മുടെ ധാരണ അവരെല്ലാം രാഷ്ട്രീയക്കാരാണെന്നാണല്ലോ. ഹയർ സെക്കൻഡറി സ്കൂളിലേക്കുള്ള ടീച്ചർമാരുടെ ഇൻ്റർവ്യൂ ആണ്. ഞാൻ മാത്രമേ ഉള്ളൂ സബ്ജക്ട് എക്സ്പേർട്ട് മാത്തമാറ്റിക്സ്. ഒരു കാൻഡിഡേറ്റ് കയറി വന്നു, ഫസ്റ്റ് കാൻഡിഡേറ്റ്. അപ്പം ചെയർമാനായിട്ടിരിക്കുന്ന ആള് PSC മെമ്പറാണ്. അദ്ദേഹം ചോദ്യം ചോദിക്കുന്നു. ഞാൻ ഇങ്ങനെ ഞെട്ടിത്തെറിച്ചിരിക്കുക. സൂര്യന് കീഴിലുള്ള സകല വിഷയങ്ങളെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. ആദ്യത്തെ ചോദ്യം എവിടുന്നാണ് വരുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, ഞാൻ തലയോലപ്പറമ്പിൽ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞു. തലയോലപ്പറമ്പിൽ എവിടാ? സ്ഥലം പറഞ്ഞു. സ്ഥലം പറഞ്ഞപ്പോൾ അവിടെ റോഡിൻ്റെ പേര് പറഞ്ഞു. അവിടെയാണോ? അപ്പോൾ ഈ കുട്ടി ഞെട്ടുന്നുണ്ട്. അതെ, അവിടെ റോഡിൻ്റെ ടാറിങ് നടക്കുന്നുണ്ടല്ലോ. കുട്ടി പറഞ്ഞു, ഉണ്ട്. അവിടെ മെറ്റൽ ഇറക്കിയിട്ടിട്ടുണ്ടോ? ഉണ്ട്. അത് ഏത് ഷേപ്പിലാണ് ഇറക്കിയിട്ടിരിക്കുന്നത്? കൂട്ടിയിട്ടിരിക്കുകയാണോ? പോയ പോക്ക് കണ്ടോ? മെറ്റൽ ഇറക്കുന്നത് കണ്ടിട്ടില്ലേ? ട്രൈപ്സോയിഡാ. ഉടനെ ചോദിച്ചു, അതെന്തിനാ അങ്ങനെ ഇറക്കിയിടുന്നത്? ലോറിയിൽ നിന്ന് കുത്തുമ്പോൾ അങ്ങനെ ഷേപ്പ് കിട്ടത്തില്ലല്ലോ, മൺവെട്ടി കൊണ്ടാണല്ലോ അങ്ങനെ ചെയ്യുന്നത്. വളരെ ഗുരുത്വത്തിന് ആ കുട്ടി പറഞ്ഞു, അതിൻ്റെ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാനാ. അതിൻ്റെ ക്വാണ്ടിറ്റി എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? ഉടനെ എന്നോട് പറഞ്ഞു, സാറേ ചോദിച്ചേ, ക്വാണ്ടിറ്റി ഒന്നും കണ്ടോ? PSC മെമ്പറാ, രാഷ്ട്രീയക്കാരനാ. ട്രൈപ്സോയിഡിന്റെ വോളിയം കണ്ടുപിടിക്കുന്ന ചോദ്യത്തിലേക്കാണ് വരുന്നത്. പ്രകൃതിയിൽ നിന്ന് എടുത്തുകൊണ്ട് വരിക, അതിന്റെ വീടിനടുത്ത് മെറ്റൽ. ആ ചോദ്യത്തിനകത്ത് എത്ര ഡയമെൻഷനാ! വീടിനടുത്ത് മെറ്റൽ ഇറക്കി ഒബ്സർവ് ചെയ്തു എന്നുള്ളൊരു ഭാഗം കിടപ്പുണ്ട്. എന്തിനാണെന്ന് ചിന്തിക്കുന്നുണ്ട്. ലോറിയിൽ നിന്ന് കുത്തിയ മെറ്റലിനെ ഈ ഷേപ്പിൽ കൊണ്ടുവന്ന് എന്തിനാണെന്ന് ചിന്തിക്കുന്നുണ്ടെന്ന് നോക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ് മറ്റൊരു കുട്ടി കയറി വന്നപ്പോൾ അതിൻ്റെ കയ്യിൽ കുറേ വളകൾ കിടപ്പുണ്ട്. അപ്പോൾ ചോദിച്ചു, സ്വർണ്ണമാണോ? എന്നാ പറഞ്ഞ അതെ. അപ്പോൾ ചോദിച്ചു, ഇത്രയും വളയിട്ട് നടക്കുന്ന അപകടമല്ലേ? എന്നാ പറഞ്ഞാൽ, ഇല്ല സാറേ, എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 1 മാസമേ ആയുള്ളൂ, അതുകൊണ്ടാണ്. ഹസ്ബൻഡും ഒക്കെ ഉണ്ട്, പുറത്തുണ്ട്. ഉടനെ ചോദിച്ചു, ആ ഒരു വളയ്ക്ക് എന്ത് തൂക്കം കാണും? അതെന്തോ ഒരളവ് പറഞ്ഞു, 1 പവനോ 1.5 പവനോ എന്തോ പറഞ്ഞു.
ഉടനെ അയാൾ പറഞ്ഞു തൂക്കം പോട്ടെ, അതിൻ്റെ കയ്യിലിടണമെന്നുണ്ട്, അതിൻ്റെ വലിപ്പം ചുറ്റളവ് എടുക്കണ്ടേ, അതിൻ്റെ ചുറ്റളവ് എത്രയാണെന്ന് ചോദിച്ചു. അപ്പോൾ കുട്ടി പറഞ്ഞു 2πr. PSC മെമ്പർ പറഞ്ഞു അതെന്ത് സാധനമാണ്. അപ്പൊ എന്നെ ഇങ്ങനെ നോക്കി കണ്ണിറുക്കുന്നുണ്ട്. അപ്പൊ കുട്ടി പറഞ്ഞു 2 × π എന്ന് പറഞ്ഞാൽ 3.14 × r. എന്ന് പറഞ്ഞാൽ റേഡിയസ്. അത് മൾട്ടിപ്ലൈ ചെയ്താൽ അതിന്റെ ചുറ്റളവ് കിട്ടും. ഉടനെ പറഞ്ഞു അതൊന്ന് ഊരി മേശപ്പുറത്ത് വെപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു എനിക്കിതൊന്നും വേണ്ട, അതിന്റെ ചുറ്റളവ് ഒന്ന് കണ്ടുപിടിച്ച് തന്നേ പറഞ്ഞേ. കുട്ടി പറഞ്ഞ പേപ്പർ എടുത്തു. 2 × 3.14 × r കണ്ടുപിടിക്കാൻ ചുറ്റും നോക്കുക. അപ്പോൾ PSC മെമ്പർ ചോദിച്ചു ഈ r എവിടെ നിന്ന് കിട്ടും? അപ്പോൾ കുട്ടി പറഞ്ഞു 6 എന്ന് പറഞ്ഞ അതിൻ്റെ സെൻറ്ററിൽ നിന്ന് അറ്റത്തോട്ടുള്ള ഡിസ്റ്റൻസാണ്. അപ്പോൾ PSC മെമ്പർ ചോദിച്ചു, ഞാനിങ്ങനെ ആകെ ഊറിച്ചിരിച്ചിരിക്കുക അവിടെ. PSC മെമ്പർ ചോദിച്ചു അപ്പോൾ റേഡിയസ് കണ്ടുപിടിക്കാൻ അതിൻ്റെ സെൻറ്റർ കണ്ടുപിടിച്ചാൽ മതി, സെൻറ്റർ എവിടെ കിട്ടും? അപ്പോൾ കുട്ടി പറഞ്ഞു സെൻറ്റർ എന്ന് പറയുന്നത് വളയുടെ ഏതെങ്കിലും ഒരു ഇതിൽ നിന്ന് ഉള്ള റേഡിയസ് അതൊന്ന് എടുത്താൽ മതി, റേഡിയസ് എവിടെ കിട്ടും? അപ്പോൾ അവിടുത്തെ പ്രശ്നം നോക്കിയേ, റേഡിയസ് കിട്ടണമെങ്കിൽ സെൻറ്റർ വേണം, സെൻറ്റർ കിട്ടണമെങ്കിൽ റേഡിയസ് വേണം. അപ്പോൾ PSC മെമ്പർ ഒരു തമാശ പറഞ്ഞു, ഇത് പണ്ട് ഞാൻ ഒരാളോട് ചോദിച്ചു കുട്ടിയുടെ വീട് എവിടാ? അത് പോസ്റ്റ് ഓഫീസിൻ്റെ അടുത്താ. പോസ്റ്റ് ഓഫീസ് എവിടാ? അതെൻ്റെ വീടിൻ്റെ അടുത്താ. എന്നിട്ട് ഇയാളെ ചോദിച്ചു ഇത് എങ്ങനെയെങ്കിലും ഇതിൻ്റെ ചുറ്റളവൊന്ന് പറയൂ. അവസാനം PSC മെമ്പർ അവസാനം പറഞ്ഞ ഒരു കമൻ്റ് ഉണ്ട് കേട്ടോ. അദ്ദേഹം പറഞ്ഞു കുട്ടിയുടെ ഡിഗ്രി MSc B.Ed. MSc മാത്തമാറ്റിക്സ്, B.Ed മാത്തമാറ്റിക്സ്. ഇത് പഠിച്ചു പോയത് കൊണ്ടാണ് ഇതിൻ്റെ ചുറ്റളവ് ചോദിച്ചപ്പോൾ 2πr എന്ന് പറഞ്ഞത്. ഇത് പഠിക്കാത്ത എൻ്റെ വീട്ടിൽ മേസിൽ പണിക്ക് വരുന്ന ആളോട് ചോദിച്ചിരുന്നു ഒരു ചരട് എടുത്ത് അതിൻ്റെ ചുറ്റെടുത്തിട്ട് അതിൻ്റെ ചുറ്റളവ് അപ്പം പറഞ്ഞു. ശരിയല്ലേ? ഒരു ചരടെടുത്ത് അതല്ലേ ചുറ്റളവ്. അതാണ് ചുറ്റളവ്. അപ്പോ ഹയർ സെക്കൻഡറി പഠിപ്പിക്കാൻ പോകുന്ന ആളാ 2πr കൊണ്ടിരിക്കുക. ഇതേ ചോദ്യം വേറൊരു തരത്തിൽ വന്നു കേട്ടോ. ഞാൻ 2-3 ദിവസം ഉണ്ടായിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞാൽ ആസ്വദിക്കുകയായിരുന്നു ഇന്റർവ്യൂ. എന്നിട്ട് ഒരു ലെവൽ കഴിയുമ്പോൾ എൻ്റെ കയ്യിലോട്ട് ഇട്ട് തരും. കൊല വിളിക്കുക. അതായത് ഞങ്ങൾ 6 പേരുണ്ട് ഇന്റർവ്യൂ കൊണ്ട് ഇരിപ്പുണ്ട്. ഒരാളോട് എന്തോ പറഞ്ഞപ്പോൾ ചോദിച്ചു ഞങ്ങളുടെ ആവറേജ് ഹൈറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇതേ ആൾ തന്നെ. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങളുടെ ഓരോരുത്തരുടെ ഹൈറ്റ് മെഷർ ചെയ്ത് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അയാൾ ചോദിച്ചു എങ്ങനെ ഞങ്ങളുടെ ഹൈറ്റ് എങ്ങനെ മെഷർ ചെയ്യും? ടേപ്പ്. ഇവിടെ ടേപ്പില്ലല്ലോ. അതിന് കേട്ട് കുറേ നേരം വട്ടം കറക്കിയിട്ട് അതിനോട് ഇതേ കമന്റ് തന്നെ പറഞ്ഞു നിങ്ങൾ മാത്സ് പഠിച്ചത് കൊണ്ടാണ് ടേപ്പ് അന്വേഷിക്കുന്നത്. പഠിക്കാത്ത ആളാണ് ഞങ്ങൾ 5 പേരെ നിലത്ത് നിർത്തും, നീളം അനുസരിച്ച് നിർത്തും, നടുക്ക് നിൽക്കുന്ന ആളെ ആവറേജ് ആണെന്ന് തീരുമാനിക്കും, അതാണ് കറക്റ്റ്. അതിനെയാണ് മീഡിയൻ എന്ന് പറയുന്നത്. നമ്മൾ അരിത്മെറ്റിക് മീനും മീഡിയനും പഠിപ്പിക്കാൻ പോവാ. പക്ഷെ മീഡിയൻ എവിടെ ഉപയോഗിക്കണം, അരിത്മെറ്റിക് മീൻ എവിടെ ഉപയോഗിക്കണമെന്ന് അറിയാൻ വയ്യ. കണ്ടോ? നമ്മൾ പഴയ വിഷയത്തിലേക്ക് വരാം. അപ്പൊ ഈ അബ്സ്ട്രാക്ഷൻ പറയുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, ഇപ്പം നിങ്ങൾക്ക് ഇത്രയും ആ ഭാഗം അറിയാമായിരിക്കും. ഒരു സർക്കിളിന്റെ ചുറ്റളവ് കണ്ടുപിടിക്കണമെങ്കിൽ 2πr എന്ന് പറയുന്ന ഫോർമുല അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ ചരട് വെച്ച് അളക്കണം. രണ്ടായാലും നമുക്ക് കിട്ടുന്ന അളവ് കൃത്യമായിരിക്കത്തില്ല. നമ്മൾ എങ്ങനെ അളന്നാലും മില്ലിമീറ്ററിൻ്റെയോ ഒരു ഡെസിമീറ്ററിൻ്റെയോ മിസ്റ്റേക്ക് വരും. അപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് എടുക്കുന്ന ക്വാണ്ടിറ്റി എല്ലാം അപ്രോക്സിമേറ്റാണ്. അതിന് നമ്മൾ കാൽക്കുലേഷൻ എന്നല്ല പറയുന്നത്, എസ്റ്റിമേഷൻ എന്നാണ് പറയുന്നത്, വിത്ത് സം എറർ. അതേസമയം അബ്സ്ട്രാക്ഷൻ വന്നു കഴിഞ്ഞപ്പോൾ ഈ സർക്കിളിനെ
വരച്ചു വെച്ചിരിക്കുന്ന സർക്കിളിനെ നമ്മൾ അബ്സ്ട്രാക്ട് ചെയ്ത് എങ്ങനെ എഴുതി? x² + y² = 25 എന്നൊരു ഇക്വേഷനായിട്ട് എഴുതാൻ പറ്റിയാൽ അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് അക്യുറേറ്റ് 5 ആണ്. അപ്പോൾ അവിടെ സംഭവിച്ചത് എന്താണ്? സർക്കിൾ എന്ന് പറയുന്ന ആ ജോമെട്രിക്കൽ ഒബ്ജക്റ്റിനെ x² + y² = 25 എന്ന് പറയുന്ന ഒരു ഇക്വേഷനായിട്ട് അബ്സ്ട്രാക്ട് ചെയ്തു. ഇത് ചെയ്തതാണ് ദെക്കാർത്തയാണ്. ആ ബ്രാഞ്ചിനെയാണ് കോർഡിനേറ്റ് ജോമെട്രി എന്ന് പറയുന്നത്. കോർഡിനേറ്റ് ജോമെട്രി ഓൾജിബ്രയും കൂടെ കണക്ട് ചെയ്യുക. മോഡേൺ മാത്തമാറ്റിക്സിൽ നടക്കുന്നത് ഈ അബ്സ്ട്രാക്ഷനാണ്. അപ്പം ഞങ്ങൾ യൂണിവേഴ്സിറ്റി തലത്തിൽ ചെയ്യുന്നത് എല്ലാം അബ്സ്ട്രാക്ഷനാണ്. ഇപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്നറിയാമോ? ഈ അബ്സ്ട്രാക്ട് തിങ്സ് കൈകാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അബ്സ്ട്രാക്ട് ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു സാധനം വേണം. അതില്ലാത്തവർക്ക് അത് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതില്ലാതെ ഞാൻ ഓർപ്പിക്കുന്ന ഒരു കാര്യം, അതില്ലാത്തതൊരു കുറവല്ല. ഞാനൊരു കാര്യം കൂടെ പറയാം കേട്ടോ. ഇപ്പം നമ്മൾ ഈ ഗണിതത്തെ കൈകാര്യം ചെയ്യാൻ ഗണിതത്തിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ട് ചെയ്യുന്നത് ശരിയല്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഗണിതത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരാളല്ല. 2000 ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ ഹോവാർഡ് ഗാർഡനർ എന്ന് പറയുന്ന ഒരു ഫിലോസഫർ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ ഈ പറഞ്ഞൊക്കെ ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾക്ക് നിമിഷങ്ങൾക്കുള്ളിൽ ഇഷ്ടം പോലെ ലിറ്ററേച്ചർ എവിടെ വേണേലും കിട്ടും. ഹോവാർഡ് ഗാർഡനർ. ഈ ഹോവാർഡ് ഗാർഡനർ ഒരു മനുഷ്യന്റെ ഇന്റലിജൻസിനെ സംബന്ധിച്ച് വലിയൊരു തിയറി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. റീസെന്റ് ആണ് കേട്ടോ, 2000. ഇപ്പൊ ലോകത്തുള്ള ഒരുപാട് സ്കൂളുകളിൽ ഈ ഗാർഡനേഴ്സ് തിയറിയാണ് ഉപയോഗിക്കുന്നത്. ഹാർവാർഡ് മോഡൽ എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയിലും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹോവാർഡ് ഗാർഡനർ മോഡൽ ഉപയോഗിക്കുന്ന സ്കൂളുകളുടെ പേരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഞെട്ടിപ്പോയി. കാരണം എനിക്ക് പരിചയമുള്ള പല സ്കൂളുകളും ഉണ്ട്. ചുമ്മാ ഒരു അലങ്കാരത്തിന് കൊടുത്തേക്കായിരുന്നു. കാരണം ഇതൊരു ഫാഷനായിരുന്നു. കിടക്കട്ടെ. വി ഓൾസോ ഫോളോ. തട്ടിപ്പാണ്. എന്താണ് ഈ ഗാർഡനേഴ്സ് മോഡൽ? അതായത് ഒരു മനുഷ്യന് 9 തരം ഇന്റലിജൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. 9 ടൈപ്പ് ഓഫ് ഇന്റലിജൻസ്. ഏതൊരു കുട്ടിയെ നിങ്ങൾ പരിശോധിച്ചാലും ഈ 9 എണ്ണത്തിൽ ഒരെണ്ണമോ ഒന്നിലധികമോ അവനിൽ ഉണ്ടാകും. ഉറപ്പാണ്. ഹെൽത്തി ആണെങ്കിൽ, ഫിസിക്കലി ആൻഡ് മെന്റലി ഹെൽത്തി ആണെങ്കിൽ ഈ 9 എണ്ണത്തിൽ ഒരെണ്ണമോ ഒന്നിലധികമോ അത് നമ്മുടെ ഭാഗ്യം പോലിരിക്കും. അപ്പോൾ ഈ ഗാർഡനർ പറയുന്നത്, ഈ ഹാർവാർഡ് മോഡൽ പറയുന്നത്, ഐഡന്റിഫൈ ദ ഇന്റലിജൻസ് ആൻഡ് ഡയറക്റ്റ് ടുവേർഡ്സ് ദാറ്റ്. അതിലൊന്നാണ് ഞാൻ ഈ പറഞ്ഞ അബ്സ്ട്രാക്ട് ഇന്റലിജൻസ്. അപ്പൊ അതില്ല എന്ന് കരുതിയാൽ മറ്റപ്പുറത്തെട്ടുണ്ട്. ഏതൊക്കെ അത്? നമ്പർ വൺ അബ്സ്ട്രാക്ട് ഇന്റലിജൻസ് തന്നെയാണ്. കാരണം മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ്. നമ്മൾ ഈ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസിനെ ടോട്ടൽ ഇന്റലിജൻസ് ആയിട്ട് തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുക. ശരിയല്ലേ? കാരണം കണക്കിന് ഫുള്ള് വാങ്ങിക്കുന്ന കുട്ടി ഭയങ്കര ഇന്റലിജന്റ് ആണെന്ന് നമ്മൾ പറയും. പാട്ട് പാടുന്ന ഒരു കുട്ടി ഇന്റലിജന്റ് ആണെന്ന് പറയുമോ? ഒന്നാമത്തെ ഇന്റലിജൻസ് അബ്സ്ട്രാക്ട് ഇന്റലിജൻസാ. നമ്പർ 2 ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ്. ലിംഗ്വിസ്റ്റിക് എന്താണെന്ന് അറിയാമല്ലോ? ഭാഷ. ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് ഉള്ള കുട്ടി ഭാവിയിൽ ചിലപ്പോൾ സാഹിത്യകാരനാവും. അവന് ഭാഷ കൈകാര്യം ചെയ്യാൻ. അപ്പോൾ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് ഉള്ള ഒരു കുട്ടിയെ 7ാം ക്ലാസ്സിന് ശേഷം അബ്സ്ട്രാക്ട് ഇന്റലിജൻസ് പഠിപ്പിച്ച് മാത്തമാറ്റിക്സിൽ കൊണ്ടുപോകാൻ പാടുണ്ടോ? അവനെ സ്പേസ് സയൻസിന് വിടാമോ? ഇതേ ഞാൻ ചോദിക്കുന്നുള്ളൂ. അപ്പം നമുക്ക് ഗണിതം എങ്ങനെ പഠിപ്പിക്കാം എന്ന് ചിന്തിക്കുമ്പം തന്നെ ഗണിതത്തിനെ ആരെ പഠിപ്പിക്കാം എന്നും കൂടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് ഇല്ലാത്ത ഒരാളെ നാളെ നോവൽ എഴുതാൻ പഠിപ്പിച്ചിട്ട് കാര്യമുണ്ടോ? എഴുതില്ല. കവിത എഴുതില്ല. സെക്കൻഡ് വൺ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ്. മൂന്നാമത്തത് ഇന്റർ പേഴ്സണൽ ഇന്റലിജൻസ്. ഞാൻ പ്രിൻസിപ്പലായിരുന്ന 4 വർഷം എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യം നമ്മുടെ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള കുറേ രാഷ്ട്രീയ നേതാക്കന്മാരുമായിട്ട് അടുത്തിടപഴകാൻ പറ്റും. അതൊരു വലിയ ഭാഗ്യമായി. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളെപ്പോലെയൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരുപാട് തെറ്റിദ്ധാരണകൾ മാറി. അവരെന്ത് കാണിച്ചെന്ന് പറഞ്ഞാലും എന്തോ ഒരു ഇന്റലിജൻസ് ആണ് ഇവർക്ക്. അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, എത്ര ഇന്റലിജന്റ് ആണ് അവര്. അത് ഇന്റർപേഴ്സണൽ എന്ന് പറഞ്ഞാൽ മറ്റുള്ള ഒരു വ്യക്തിയെ
പേഴ്സണലി കൈകാര്യം ചെയ്യാൻ അസാധാരണമായ സിദ്ധിയാണ്. ഇപ്പം നിങ്ങളിവിടെ 80 പേര് ഇരിപ്പുണ്ട്. ഈ 80 പേരെ ൊക്കെ ഇവൻ ഈ പറയുന്നതിനകത്ത് കാര്യമുണ്ടല്ലോ എന്ന് ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എനിക്ക് ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ഉണ്ടെന്ന് അർത്ഥം. അല്ലാതെ ഞാൻ മഹാകാര്യങ്ങൾ പറഞ്ഞിട്ടൊന്നുമല്ല. എനിക്ക് നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരാനുള്ള, പെനിട്രേറ്റ് ചെയ്യാനുള്ള ഒരു ഇന്റലിജൻസ് ഉള്ളത് കൊണ്ടാണ്. അതേസമയം ഞാൻ എന്ത് മഹാകാര്യം പറഞ്ഞാലും ചുമ്മാ തള്ളുക എന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ എനിക്ക് ആ ഇന്റർപേഴ്സണൽ റിലേഷൻ മോശമാണെന്ന് അർത്ഥം. അപ്പോൾ ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ഉള്ള ആളുകളാണ് പൊളിറ്റിക്കൽ ലീഡേഴ്സായിട്ട് വരുന്നത്. ലോകത്തെ രാഷ്ട്രങ്ങളുടെ ലീഡേഴ്സ്, IAS ഓഫീസേഴ്സ്. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, നമ്മുടെ ഇവിടെ IAS ഓഫീസേഴ്സിനെ തിരഞ്ഞെടുക്കുമ്പോൾ അവരുടെ കണക്കിലുള്ള എബിലിറ്റി നോക്കിയിട്ടല്ല എടുക്കേണ്ടത്. എന്തിനാണ് നിങ്ങൾ കണക്ക് പരിശോധിച്ചിട്ട് IAS ഓഫീസറെ? ഇന്റർപേഴ്സണൽ റിലേഷൻസ് ആണ് നിങ്ങൾ നോക്കേണ്ടത്. ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് നോക്കണം. അബ്സ്ട്രാക്ട് ഇന്റലിജൻസ് അല്ല അവിടെ വേണ്ടത്. ഇന്റർപേഴ്സണൽ റിലേഷൻസ് ഉള്ളവർ വലിയ ബിസിനസ്സുകാരാവും. ഇപ്പൊ ശാസ്ത്ര സാഹിത്യ പരിഷത്തിനെ പോലുള്ള പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇന്റർപേഴ്സണൽ റിലേഷൻസ് വേണം. സമൂഹത്തിലേക്ക് എന്നാലേ പെനിട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അല്ല നമ്മൾ പറയുന്ന ആരും വാങ്ങു വെക്കുകയില്ല. നാലാമത്തത് ഇൻട്രാപേഴ്സണൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരെ സ്വാധീനിക്കുമ്പോൾ അതിനു മുമ്പ് നമ്മളെ കുറിച്ച് തന്നെ നമ്മളൊന്ന് മനസ്സിലാക്കണ്ടേ. ഞാനാരാ, എന്നെക്കുറിച്ച് സ്വയം മനസ്സിലാക്കുക, മറ്റുള്ളവരെ മനസ്സിലാക്കുക. ഇത് രണ്ടുമാണ് ഇന്റർപേഴ്സണൽ, ഇൻട്രാപേഴ്സണൽ. അഞ്ചാമത്തത് മ്യൂസിക്കൽ ഇന്റലിജൻസ്, മ്യൂസിക്കൽ ടാലൻറ്റ്. അവർ മ്യൂസിക്കൽ ഡയറക്ടേഴ്സ് ആകും, പാട്ടുകാരാകും. ഇത് ഇന്റലിജൻസാണ്, മ്യൂസിക്കൽ ടാലൻറ്റ്, മ്യൂസിക്കൽ ഇന്റലിജൻസ്. സിക്സ്ത് വൺ സ്പേഷ്യൽ ഇന്റലിജൻസ്. സ്പേഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ അവരാണ് കലാകാരന്മാരായിട്ട് ശില്പികളാകുന്നത്, ആർക്കിടെക്ട്സ് ആവും. സ്പേഷ്യൽ ഇമാജിൻ ചെയ്യാൻ പറ്റുമോ? സ്പേഷ്യൽ ഇന്റലിജൻസ്. ഏഴാമത്തേത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ പ്രകൃതിയോട് സമരസപ്പെട്ട് പ്രകൃതിയുടെ സ്പന്ദനം തിരിച്ചറിയുന്നവരായിരിക്കും. അവര് പെട്ടെന്നറിയാം. ഒരു പശുവിനെ വളർത്തും, ചെടികൾ വളർത്തും, കാക്കയ്ക്ക് വെള്ളം കൊടുക്കും, വഴിയെ പോകുന്ന പട്ടിയെ ചിലപ്പോൾ വീട്ടിൽ വളർത്തിയിരിക്കും. അത് നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസാണ്. അപ്പോൾ ഈ 9 തരത്തിലുള്ള ഇന്റലിജൻസ് നമ്മുടെ വിഷയം അതല്ല. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞത് ഇതിൽ ഒന്ന് മാത്രമാണ് അബ്സ്ട്രാക്ട് ഇന്റലിജൻസ്. അപ്പോൾ അബ്സ്ട്രാക്ട് ഇന്റലിജൻസ് ഇല്ലാത്ത ഒരാളെ ഗണിതശാസ്ത്രത്തിന്റെ അഗാധ മേഖലയിലേക്ക് കൊണ്ടുപോകരുത് എന്നാണ് ഞാൻ പറയുന്നത്. കണക്ക് ഒരു ഐച്ഛിക വിഷയമായിട്ട് എടുത്തു പോകാൻ അനുവദിക്കരുത്. അവന്റെ ഇന്റലിജൻസ് ഏതിലാണ് അതിലേക്ക് വിടണം. ഒരു കാര്യം കൂടെ, ഒരു പോയിന്റ് കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചേക്കാം. മാത്തമാറ്റിക്സിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ കരുതുന്നത് മാത്തമാറ്റിക്സിന് 3 ഡ്യൂട്ടീസ് ഉണ്ടെന്നാണ്. ഒന്ന്, അതിൻ്റെ ഫങ്ഷണൽ. എന്താണ് ഫങ്ഷണൽ? ഫങ്ഷണൽ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ പറഞ്ഞതുപോലെ എന്തെന്ന് പറഞ്ഞാലും ശരി, മാത്തമാറ്റിക്സിൻ്റെ കുറച്ച് അടിസ്ഥാന പാഠങ്ങൾ അറിയാതെ ഇനിയുള്ള കാലത്ത് ലോകത്ത് മനുഷ്യന് ജീവിക്കാൻ പറ്റത്തില്ല. എണ്ണന്നറിയാതെ ജീവിക്കാൻ പറ്റുമോ? ഇപ്പോൾ ഒരു മൊബൈൽ നമ്പറിൽ 10 നമ്പർ അടിക്കണമെങ്കിൽ 10 നമ്പർ വേണ്ടേ? നമ്പർ അറിയണ്ടേ? ഫങ്ഷണൽ, നമുക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ഫങ്ഷണൽ യൂസ്, അതാണ് നമ്മൾ ഈ പറയുന്ന നമ്പേഴ്സ്, അത്യാവശ്യം ഷേപ്പുകൾ, ഓപ്പറേഷൻസ്, ഇതെല്ലാം അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് 10ാം ക്ലാസ് വരെ അല്ലെ 12ാം ക്ലാസ് വരെ മാത്തമാറ്റിക്സ് ഒരു ഐച്ഛിക വിഷയമായിട്ട് കമ്പൽസറി ആയിട്ട് പഠിപ്പിക്കുന്നത്. അപ്പം അവിടെ വരെ പഠിപ്പിക്കുന്നത് ഈ അബ്സ്ട്രാക്റ്റ് കുറച്ച് ഭാഗമേ ഉള്ളൂ, ബാക്കി മുഴുവൻ കമ്പൽസറി പോർഷനാണ്. ഫങ്ഷണൽ യൂസ് നിങ്ങളുടെ ജീവിതത്തിൽ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ഒഴിച്ചുകൂടാനൊക്കാത്ത ഭാഗങ്ങൾ മുഴുവൻ കവർ ചെയ്യണം. അതിനകത്ത് നമ്പേഴ്സ് വരും, ഷേപ്പുകൾ വരും, കൂട്ടാനും കുറയ്ക്കാനും വരും, അല്പം ലോഗരിതം വരും. ഇതൊന്നും അറിയാതെ ഇനി ജീവിക്കാൻ പറ്റില്ല. ഇനി പോട്ടെ, ഒരു ബാർ ഡയഗ്രം കണ്ടു കഴിഞ്ഞാൽ, ഇപ്പോൾ TV യിലൊക്കെ ഒരു ബാർ ഡയഗ്രം കണ്ടു കഴിഞ്ഞാൽ കണക്ക് പഠിച്ചില്ല എന്നും പറഞ്ഞാൽ അത് എന്താണ് കൺവേ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കണം. അതെല്ലാം മാത്സാണ്. മാത്തമാറ്റിക്സിന് ഒരു പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കാത്ത ഒരു ഉപയോഗം കൂടെ ഉണ്ട് കേട്ടോ. അതിനെക്കുറിച്ച് പലപ്പോഴും ഞാനൊരു ക്ലാസ് സെപ്പറേറ്റ് എടുക്കാറുണ്ട്. ലോകത്ത് എത്രായിരം ഭാഷകളുണ്ട്. ഞാൻ 2014 തൊട്ട് 20 വരെ 6 വർഷത്തോളം റഷ്യയിൽ നമ്മുടെ ഇൻഡോ റഷ്യൻ ഗവൺമെൻറ്റിൻ്റെ ഒരു ബൈലാറ്ററൽ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ശാസ്ത്ര സംഘത്തിൽ പോയിട്ടുണ്ട്. ഒരു വർഷം ഏതാണ്ട് 20 ദിവസത്തോളം മോസ്കോയിലുണ്ടായിരുന്നു. 6 വർഷം തുടർച്ചയായിട്ട്.
ഈ 2014 അവിടെ പോകുമ്പോൾ റഷ്യ ഞാൻ ഫേസ് ചെയ്ത ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് അവിടെ ഇംഗ്ലീഷ് ആരും അറിയത്തില്ല, അറിയാമെങ്കിൽ അവർ സംസാരിക്കുകയില്ല. നമുക്ക് റഷ്യൻ്റെ ABCD അറിഞ്ഞുകൂടാ, ശരിക്കും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആദ്യമൊക്കെ നമുക്കൊരു ട്രാൻസ്ലേറ്ററൊക്കെ അവർ തന്നു. പക്ഷെ എന്നാലും പുറത്തൊരു കടയിൽ ചെന്നൊരു സാധനം വാങ്ങിക്കണമെങ്കിൽ ഭാഷ വേണം. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ നമ്മുടെ മൊബൈലിൽ ഒരു സാധനം ടൈപ്പ് ചെയ്തിട്ട് കൺവേർട്ട് റഷ്യ എന്ന് പറഞ്ഞാൽ അപ്പോൾ കറക്റ്റ് ചെയ്ത് തരും, ഒരു പ്രശ്നമില്ല. അന്ന് അതില്ലായിരുന്നു. പക്ഷെ ഞാൻ മാത്തമാറ്റിക്സ് ആയതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടായില്ല. എന്താ കാരണം? മാത്തമാറ്റിക്സിൽ നമ്മൾ ഇന്ത്യയിലെ 2ഉം 3ഉം കൂട്ടിയാൽ 5 എന്ന് എഴുതുന്നത് എങ്ങനെയാണ്? 2 + 3 = 5 എന്നല്ല എഴുതുന്നത്. റഷ്യ ചെന്നാലും അങ്ങനെ തന്നെ എഴുതുന്നത്. ഇവിടെ 2x + 3y = 5 അല്ലേ? അവിടെ ചെല്ലുമ്പോൾ എക്സിന്റെ സ്ഥാനത്ത് റഷ്യൻ അക്ഷരമൊന്നും വരത്തില്ല, എക്സ് തന്നെയാണ്. ഇംഗ്ലീഷ് അത് സംസാരിക്കത്തില്ല, പക്ഷെ എക്സ് മാറത്തില്ല. എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? മാത്തമാറ്റിക്സ് ഇസ് എ യൂണിവേഴ്സൽ ലാംഗ്വേജ്. നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. ഈ ഒരു ലാംഗ്വേജിന് മാത്രമേ ഉള്ളൂ, ലോകത്ത് ഒരു മാറ്റവും ഇല്ല. 2 + 3 = 5 നമ്മൾ ബോർഡിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ ലോകത്തുള്ള ഏത് രാജ്യക്കാരനും മനസ്സിലാവും അതിന്റെ അർത്ഥം എന്താണെന്നുള്ളത്. ഇപ്പൊ നമുക്ക് ഒരു കടയിൽ ചെന്നു, റഷ്യയിൽ ഞങ്ങൾ ബാർഗെയിൻ ചെയ്തിട്ടുണ്ട്. അവർ പറയാ 250 റൂബിൾ, ഞാൻ -15 എഴുതി കാണിക്കും എന്ന് പറഞ്ഞാൽ 15 കുറച്ചാൽ തരത്തുള്ളൂ. അവന് മനസ്സിലായി. നോക്കൂ, നമ്മളിത് ആലോചിച്ചിട്ടുണ്ടോ? അപ്പൊ ഈ മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത്, ഞാൻ ഒരു കാര്യം കൂടെ പറയാം കേട്ടോ, നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിക്കോ. കുറെ വർഷങ്ങൾക്ക് മുൻപ് മാത്തമാറ്റിക്സിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു യൂണിവേഴ്സൽ, ഇപ്പം ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഒരു പ്രോജക്റ്റ് കൊണ്ടുവന്നല്ലോ, ബാലവേദി കേരള സംസ്ഥാനത്തിൽ എന്ന് പറഞ്ഞതുപോലെ ഒരു യൂണിവേഴ്സൽ പ്രോജക്റ്റ് കൊണ്ടുവന്നു കുറെ ഇന്റലക്ച്വൽസ് എല്ലാം കൂടെ ചേർന്ന്. അവരുടെ ഉദ്ദേശം എന്തായിരുന്നു അറിയാമോ? ലോകത്ത് ഈ ഒരുപാട് രാജ്യങ്ങളിൽ ഒരുപാട് ഭാഷ ചിതറിക്കിടക്കുന്നത് ശരിയല്ല, നമുക്ക് ഒറ്റ ഭാഷ വേണം. അതിനുവേണ്ടി അവർ ഉപയോഗിച്ചത് മാത്തമാറ്റിക്സാണ്. മാത്തമാറ്റിക്സിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു യൂണിവേഴ്സൽ ലാംഗ്വേജ് ബിൽഡ് ചെയ്യാൻ ശ്രമം നടത്തി. കുറേ ആളുകളുണ്ടായിരുന്നു അതിനകത്ത്. അത് അത് വെറുതെ ഒരു ഇൻഫർമേഷൻ വേണ്ടി ഞാൻ പറഞ്ഞുള്ളൂ, സെർച്ച് ചെയ്തോളൂ, കിട്ടും, ധാരാളം ഇൻഫർമേഷൻ കിട്ടും. കുറേ വർഷങ്ങൾ അത് മുമ്പോട്ട് പോയി, എവിടെയോ ഒരു ലെവലിൽ അത് പൊളിഞ്ഞു പോയി. അപ്പോൾ മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സൽ ലാംഗ്വേജ്. അപ്പം ഞാൻ പറഞ്ഞെന്താണെന്നറിയാമോ? ഒരു 10ാം ക്ലാസ് വരെ എല്ലാ കുട്ടികൾക്കും മാത്തമാറ്റിക്സ് വേണം, 2 തരത്തിൽ. ഒന്ന് ആസ് എ ഫങ്ഷണൽ യൂസ്, സെക്കൻഡ് ആസ് എ യൂണിവേഴ്സൽ ലാംഗ്വേജ്. ഇതൊരു കമ്മ്യൂണിക്കേഷനാണ്. കമ്മ്യൂണിക്കേഷനാണ്. ഇതിനെക്കുറിച്ച് വേണേൽ 1 മണിക്കൂർ സംസാരിക്കാം കേട്ടോ. കമ്മ്യൂണിക്കേഷന് വേണ്ടി മാത്സ് ഡെവലപ്പ് ചെയ്ത് വന്നത് എങ്ങനെയാവാം എന്ന്. മാത്തമാറ്റിക്സ് ഇൻ വൺ വേ വാസ് ഡെവലപ്ഡ് ഫോർ കമ്മ്യൂണിക്കേഷൻ. അപ്പം ഞാൻ കുട്ടികളോട് പറയും, 0 കണ്ടുപിടിച്ചത് ഇന്ത്യക്കാരാണെന്ന് പറയും. ഇതൊക്കെ ചുമ്മാ പറയുന്നതാ. ഇതൊന്നും ആരും കണ്ടുപിടിച്ചൊന്നുമല്ല. ഇത് കണ്ടുപിടിച്ച് ഇത്രയേ ഉള്ളൂ. നമുക്കൊന്ന് ലോജിക്കൽ കൺജക്ചർ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. ചരിത്രം നമ്മൾ ഈ പറയുന്ന കണ്ടുപിടുത്തങ്ങളെ കുറിച്ചൊക്കെ വീരവാദം പറയുന്നത് എവിടാ? നമുക്ക് 2500 വർഷം തൊട്ടുള്ള കാര്യങ്ങളെ നമുക്ക് എന്തെങ്കിലും സൂചനകൾ നമുക്കുള്ളൂ. അതിനപ്പുറത്തുള്ള കാര്യങ്ങൾ നമുക്ക് ശൂന്യതയാണ്. ഈ 2500 വർഷത്തെ കാര്യം വെച്ചിട്ടാണ് ഇവിടെ നമ്മൾ ചരിത്രം മൊത്തം എഴുതിക്കൊണ്ടിരിക്കുന്നത്. ലക്ഷക്കണക്കിന് വർഷം പഴക്കമുണ്ട് നമ്മുടെ ഈ പ്രപഞ്ചത്തിന്. 2500 വർഷം അല്ലെ 3000 വർഷത്തിന് അപ്പുറത്തുള്ള ഒരു ചൂക്കും നമുക്ക് അറിഞ്ഞുകൂടാ. 0 കണ്ടുപിടിച്ച ഇന്ത്യക്കാരാണെന്ന്. പിന്നെ അതിന് മുമ്പ് 0 ഇല്ലായിരുന്നു. ഞാൻ ആലോചിക്കുന്ന എന്തോന്ന്, എൻ്റെ ലോജിക്കൽ കൺജക്ചർ എന്താണെന്നറിയാമോ? മനുഷ്യൻ ആദ്യം മൃഗങ്ങളെ പോലെ പെറുക്കിത്തീനികളായിരുന്നു. പെറുക്കിത്തീനികളെന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ രാവിലെ ഇറങ്ങും, കൈ കിട്ടുന്നതൊക്കെ തിന്നും. അപ്പോൾ പഴങ്ങൾ ചിലപ്പോൾ പറിച്ച് തിന്നു കാണും. പക്ഷെ അപ്പോഴും അവൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചു കാണും. അപ്പോൾ ഒരു ദിവസം അവൻ പോയി, അവനൊന്നും കിട്ടിയില്ല. മറ്റവൻ ചോദിച്ചു, വല്ലതും കിട്ടിയോ? ഇല്ല എന്ന് പറയണ്ടേ? ഇല്ല എന്ന് പറയാൻ 0 ഉപയോഗിച്ചത്. നമ്മൾ ഈ പറയുന്ന പോലെ 0 എന്ന് പറഞ്ഞാൽ വട്ടം വരച്ചോ ഇല്ലയോ എന്നുള്ളത് പിന്നത്തെ വിഷയം. ആ കൺസെപ്റ്റ് അവിടെ വന്നു. ഇല്ല, നത്തിങ് എന്നുള്ള കൺസെപ്റ്റ് നിങ്ങൾ എവിടെയെങ്കിലും ഭാഷയിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ 0 വന്നു കഴിഞ്ഞു. നിങ്ങൾ ആരോടെങ്കിലും എന്തെങ്കിലും കടം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം പഴം പറിച്ച് തിന്നാൻ പോയി, പഴമൊന്നും കിട്ടിയില്ല, മറ്റവനോട് പറയടാ ഒരെണ്ണം താഴെ നാളെ കിട്ടുമ്പോൾ തിരിച്ചു തരാം. അവൻ കൊടുത്തു കാണും, -1. ഇന്ന് എഴുതിയതുപോലെ മൈനസ് ഇട്ടിട്ട് ഇങ്ങനെ വരച്ചെഴുതിയോ എന്നൊക്കെ ഉള്ളത് പിന്നത്തെ പ്രശ്നം. അത് നമ്മളായിരിക്കും എഴുതിയത്. പക്ഷെ ആ കൺസെപ്റ്റ് വന്നു കഴിഞ്ഞു.
അപ്പോൾ മാത്തമാറ്റിക്സിൻ്റെ ഒരു ആദ്യത്തെ വൺ ഓഫ് ദിസ് ഫസ്റ്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഫോർ കമ്മ്യൂണിക്കേഷനാണ്. ഞാൻ കുട്ടികളോട് തമാശയായിട്ട് പറയും, ക്രിസ്ത്യാനികളുടെ ബൈബിളിൽ മനുഷ്യന്റെ സൃഷ്ടിയെക്കുറിച്ചൊരു കഥയുണ്ട്. അത് നമുക്ക് വിശ്വസിച്ചാലും ഇല്ലാലും ചുമ്മാ തമാശയായിട്ട് എടുത്താൽ മതി. ദൈവം പുരുഷനെ സൃഷ്ടിച്ചു, ഉറക്കി കിടത്തി, സ്ത്രീയെ സൃഷ്ടിച്ചു, അടുത്തിരുത്തി ദൈവം മുങ്ങിക്കളഞ്ഞു. ബൈബിളിൽ പറയുന്നത് പുരുഷൻ ഉണർന്ന് അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അവളെ കണ്ടു ഇഷ്ടപ്പെട്ടു എന്നാണ്. വൈ? ഞാൻ കുട്ടികളോട് ചോദിക്കും, കാരണം ഈ ക്യാമ്പസ് എന്ന് പറഞ്ഞ പ്രണയത്തിന്റെ കേന്ദ്രമാണെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ കുട്ടികളോട് ചോദിക്കും, എന്തായിരിക്കും ഇഷ്ടപ്പെടാൻ കാരണം? പ്രഥമ ദൃഷ്ടിയ പ്രണയം. എന്താ കാര്യം? ഇപ്പം ഞങ്ങളെ കോളേജിലെ ചിലരൊക്കെ ഇങ്ങനെ ഈ പ്രണയത്തിന്റെ പ്രശ്നത്തിൽ കൗൺസിൽ ചെയ്യുമ്പോൾ പേരൻസിനെയൊക്കെ എഴുതി സംസാരിക്കുമ്പോൾ പെണ്ണിനോട് ചോദിക്കും, എന്താ ഇവന്, എനിക്ക് അവൻ്റെ സ്വഭാവം അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. ഇതങ്ങനെ പറയാനൊക്കത്തില്ലല്ലോ. ഇവൻ ഉണർന്നു വന്നപ്പോൾ ആദ്യം ഇവള് മുമ്പിൽ ഇരിക്കുന്നു, അപ്പൊ തന്നെ എന്തായിരിക്കും കാരണം? നമുക്ക് ഈ മലയാളികൾക്ക് ഒരല്പം നമ്മൾ ഇച്ചിരി ഹിപ്പോക്രാറ്റാണ്, അംഗീകരിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഷെയ്പ്പാണ് സ്ട്രക്ചർ, നോ ഡൗട്ട്. ആ സ്ട്രക്ചർ, ആ ജോമെട്രി, ജോമെട്രി. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ക്യൂരിയോസിറ്റിയാണ് കേട്ടോ, അല്ലാതെ നമ്മൾ വെറുതെ വീരവാദം പറയുകയാണ്. ഇതൊക്കെ ഇന്നിടത്താണ് ഉണ്ടായത്, ഇന്നിടത്താണ്. അത് 2500 വർഷത്തിന് മുമ്പുള്ള കാര്യമാണ്. ചരിത്രം അതിൻ്റെ പുറകിലോട്ട് ലക്ഷക്കണക്കിന് വർഷം കിടപ്പുണ്ട്. നമ്മൾ ഇന്ന് കാണുന്നത് പോലെ സീറോയ്ക്ക് ഇങ്ങനെ ഒരു വട്ടം വരച്ചത് ചിലപ്പോൾ ഇന്ത്യക്കാരായിരിക്കാം. പക്ഷെ അതിനു മുമ്പും സീറോ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ടാവും. റാഷണൽ നമ്പേഴ്സ് ഉണ്ട്, ഇറാഷണൽ നമ്പേഴ്സ് ഉണ്ട്. പക്ഷെ അതിന് നമ്മൾ ഇന്ന് കാണുന്ന ഷേപ്പ് ആയിരിക്കത്തുള്ളൂ, കൺസെപ്റ്റ്സ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഇതാണ് 3 വിഭാഗങ്ങളിൽ. ഒന്നാമത്തേത് ഫങ്ഷണൽ യൂസ്, രണ്ടാമത്തേത് കമ്മ്യൂണിക്കേഷൻ. ആദ്യത്തേത് രണ്ടും കൂടെ ചേർത്ത് ഞാൻ പറയും, ഫങ്ഷണൽ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഇത് കമ്പൽസറിയാണ്. രണ്ടാമത്തേത് ലോജിക്കൽ റീസണിങ്. യുക്തി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നത് മാത്തമാറ്റിക്സിലാണ്. ചില കുട്ടികൾ ചില കണക്ക് കാണുമ്പോൾ പറയും, അവിടെ കൂട്ടുകയാണോ കുറയ്ക്കുകയാണോ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയാൻ വയ്യായിരുന്നു, ഞാൻ കുറച്ച് വെച്ചു. അതെന്താ കാര്യം? ലോജിക്കൽ റീസണിങ് വീക്കാണ്. അപ്പൊ ലോജിക്കൽ റീസണിങ്ങിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ഈ 3 വിഭാഗത്തിൽ ആദ്യത്തെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഇതാണ്: ഫങ്ഷണൽ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എല്ലാവർക്കും വേണം. ലോജിക്കൽ റീസണിങ് ഡിപ്പെൻസ്. ചിലർക്ക് കൂടുതൽ കാണും, ചിലർക്ക് കുറച്ച് കാണും. അപ്പം നമുക്കൊരു സെറ്റിൽമെൻറ്റ്, ഒരു കോംപ്രമൈസ് ഒരു പരിധി വരെ എല്ലാവർക്കും വേണം. കൂടുതലുള്ളവൻ മാത്സിൽ കൂടുതൽ മുന്നോട്ട് പോകട്ടെ. മൂന്നാമത്തേത് ഞാൻ നേരത്തെ പറഞ്ഞ അബ്സ്ട്രാക്റ്റ് ഇൻ്റലിജൻസ്. അത് കുറച്ച് പേർക്കേ ഉള്ളൂ. ആ അബ്സ്ട്രാക്റ്റ് ഇൻ്റലിജൻസ് ഉള്ള ആളുകൾ മറ്റേ മ്യൂസിക്കൽ ഇൻ്റലിജൻസ് ഉള്ളതുപോലെ മാത്തമാറ്റിക്സിലേക്ക് പോകട്ടെ. അത് +2 ശേഷം തീരുമാനിക്കാം. അപ്പം നമ്മളുടെ ഇവിടെ സിലബസ് ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നതൊക്കെ കറക്റ്റാണ്. അപ്പം ഞാൻ നിർത്തുകയാണ്. എനിക്ക് ഓർപ്പിക്കാനുള്ള ഇതാണ്, ബാലവേദിയുടെ പ്രവർത്തനങ്ങൾ ഇതൊന്ന് ഓർത്തിരുന്നാൽ നല്ലതായിരിക്കും എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. ഗണിതശാസ്ത്രം, അല്ലെങ്കിൽ ഗണിതശാസ്ത്രം എന്ന് വേണ്ട, കണക്കെന്ന് പറഞ്ഞാൽ മതി. കണക്ക് ക്ലാസ്സുകളിൽ 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും ഒക്കെ പരിശീലിപ്പിക്കുമ്പോൾ ഈ 3 തലങ്ങൾ മാത്സിനുണ്ട്. ഇത് 3 മാത്തമാറ്റിക്സ് കൈകാര്യം ചെയ്യപ്പെടണം. ഇപ്പം നമ്മളൊരാളെ ഭാഷ പഠിപ്പിക്കുന്ന ഇങ്ങനെയാണല്ലോ, ഭാഷയ്ക്കുണ്ട് ഒരു ഫങ്ഷണൽ യൂസ് ഉണ്ട്. നമുക്കൊക്കെ ഭാഷ വേണം. അപ്പോൾ 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും നമ്മളെ ഭാഷ പഠിപ്പിക്കുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. റീഡ്, റൈറ്റ്, സ്പീക്ക് ആൻഡ് ലിസൺ. പക്ഷെ ചില ആളുകൾ അതിൽ നിന്ന് വളർന്ന് സാഹിത്യകാരന്മാരാകുന്നു. നമ്മളാരും സാഹിത്യകാരന്മാരായില്ല, കുഴപ്പമില്ല. എന്ന് പറഞ്ഞതുപോലെ ഭാഷയ്ക്ക് ഈ പറയുന്ന ഫങ്ഷണൽ യൂസ് ഉള്ളതുപോലെ ഗണിതത്തിനും ഫങ്ഷണൽ യൂസ് ഉണ്ട്. അത് അത്യാവശ്യമാണ്. അതിന് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അതും അത്യാവശ്യമാണ്. ലോജിക്കൽ റീസണിങ് ഒരു പരിധി വരെ വേണം. മൂന്നാമത്തത് അബ്സ്ട്രാക്റ്റ് ഇൻ്റലിജൻസ്. അത് those who have abstract intelligence, let them go. അപ്പോൾ ഗണിതത്തിലെ പരിശീലനം കൊടുക്കുമ്പോൾ സ്കൂളുകളിൽ പാലിക്കേണ്ട, അപ്പോൾ ഞാൻ ആദ്യം ഈ ഹാർവാർഡ് മോഡൽ പറഞ്ഞത്, ഒരിക്കലും ഗണിതത്തിനൊരു കുട്ടിക്ക് കഴിവില്ല എന്ന് നമുക്ക് തോന്നിയാൽ ഒരിക്കലും അവനെ ബ്ലെയിം ചെയ്യരുത്. ബാക്കി അപ്പുറത്തെ 8 ഇൻ്റലിജൻസ് കിടപ്പുണ്ട്. ആ 8 ഇൻ്റലിജൻസിൽ മറ്റു പലതും അവനുണ്ടാവും. വേറൊരു തിയറിയും കൂടെ ഹാർവാർഡ്
മോഡലിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഈ 9 എണ്ണത്തിൽ ഒരെണ്ണമാണ് ബോഡിലി ആൻഡ് കൈനസ്തെറ്റിക്സ് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ബെസ്റ്റ് എക്സാമ്പിൾ പറയാം, നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കറെ കുറിച്ച് ഒരുപാട് ഗവേഷണങ്ങൾ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ അർജന്റീനയുടെ ഫുട്ബോൾ പ്ലെയർ മെസ്സി, അല്ലെങ്കിൽ ഇന്നിപ്പം യൂറോ കപ്പിൽ നിന്ന് വിരമിച്ച റൊണാൾഡോ, ഇവരൊക്കെ ഈ ബോഡിലി ആൻഡ് കൈനസ്തെറ്റിക് ഇന്റലിജൻസ് ഉള്ളവരാണ്. എന്താ അതിൻ്റെ പ്രത്യേകത എന്നറിയാമോ? ഇപ്പം നമ്മുടെ നേരെ ഒരു ബോൾ വരുമ്പോൾ ഈ ആ ബോളിനെ എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ബ്രെയിനാണ്. ആ ബ്രെയിൻ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ കാലിനെ കൊണ്ടത് ചെയ്യിക്കുന്നതും ബ്രെയിനാണ്. ഈ ഒരു കോർഡിനേഷൻ അവിടെ നടക്കുന്നുണ്ട്. ആ കോർഡിനേഷൻ നമ്മളെക്കാൾ 3-1 4 ടൈം മതി ഈ ടെണ്ടുൽക്കർക്കും റൊണാൾഡോയ്ക്കും മെസ്സിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ എത്ര ശ്രമിച്ചാലും മെസ്സി ആവില്ല. സ്ലോ മോഷനിൽ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഹൗ ഫാസ്റ്റ് ദേ ആർ. ഒരു ഫാസ്റ്റ് ബോളറുടെ കയ്യിൽ നിന്ന് ഒരു ബോൾ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്റ്സ്മാൻ്റെ ബാറ്റിലേക്ക് ആ ബോൾ എത്താൻ എടുക്കുന്ന ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് കൊണ്ട് ടെണ്ടുൽക്കർ കുറേ കാര്യങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. ആ ബോൾ ഏതാണ്, അതിനെ എന്ത് ചെയ്യണം, ഇതെല്ലാം ഡിസൈഡ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തു. നമ്മൾ തീരുമാനിച്ചു കഴിയുമ്പോഴത്തേക്ക് ആളുകൾ തുള്ളുന്ന കാണാം, കുറ്റി പോയി കാണും. നമുക്ക് ആ ബോഡിലി ആൻഡ് കൈനസ്തെറ്റിക് ഇന്റലിജൻസ് കുറവാണ്. ഹാർവാർഡ് മോഡലിൽ പറയുന്ന ഒരു കാര്യം, മാത്തമാറ്റിക് ഇന്റലിജൻസും ബോഡിലി ആൻഡ് കൈനസ്തെറ്റിക് ഇന്റലിജൻസും in majority of the cases inversely proportional. In majority of the cases. കാരണം ഈ അബ്സ്ട്രാക്ട് ഇൻ്റലിജൻസ്, മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ് ഉള്ള ഒരാൾക്ക് മിക്കവാറും ബോഡിലി ആൻഡ് കൈനസ്തെറ്റിക് ഇൻ്റലിജൻസ് കുറവായിരിക്കും. തിരിച്ചും ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, CMS കോളേജിൽ പഠിച്ച 7 വർഷം മുമ്പ് പഠിച്ച ഒരാൾ കഴിഞ്ഞ വർഷത്തെ ഇന്ത്യൻ ടീമിൽ ഒളിമ്പിക്സിന് പോയി 400 മീറ്റേഴ്സ്. അപ്പം ഞാൻ അവിടുത്തെ അധ്യാപകരോട് ചോദിക്കും, ഇപ്പം പഠിക്കുന്ന കാലത്ത് ഇവനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തായിരുന്നു? സത്യമായിട്ട് പറയണം. മണ്ടൻ. അവൻ മിടുക്കനായത് എപ്പോഴാണ്? അവൻ ഇന്ത്യൻ ടീമിൽ സെലക്ഷൻ കിട്ടിയതിന് ശേഷമാണ്. പക്ഷെ മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ് ഉള്ള ആള് പഠിക്കുമ്പോഴേ മിടുക്കനാ. ഇത് മാറണം. അപ്പം നമ്മൾ മാത്സിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നതെങ്കിലും സമൂഹത്തിൽ ഒരു തെറ്റിദ്ധാരണയുണ്ട്, മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ് ആണ് ഇൻ്റലിജൻസ്. അല്ല, മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ് ഈസ് വൺ ഓഫ് ദി 9 ഇൻ്റലിജൻസ്, ഓൺലി വൺ ഓഫ് ദി 9 ഇൻ്റലിജൻസ്. ബാക്കി 8 ഇൻ്റലിജൻസ് അപ്പുറത്തുണ്ട്. അതുകൂടെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഇത് ഐഡൻറ്റിഫൈ ചെയ്യാത്തത് സ്കൂൾ മേഖലയിലെ വലിയൊരു പ്രശ്നമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഈ സമയം കിട്ടുന്നെങ്കിൽ ഈ ഹാർവാർഡ് മോഡൽ അല്ലെങ്കിൽ ഹോവാർഡ് ഗാർഡനറുടെ ഈ മോഡലൂടെ ഒന്ന് പരിശോധിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ അവസരത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു.